തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ആളിക്കത്തിച്ച പാട്ടാണ് പോറ്റിയെ കേറ്റി എന്ന ഗാനം. പ്രകമ്പനം പോലെ കാതുകളിൽ പതിച്ച പാരടി ഗാനം. പാട്ടിനും പാട്ടുകാരനും എതിരെ കേസെടുക്കാനും സാഹസം കാട്ടിയിരുന്നു അന്ന് സർക്കാർ. ആർക്കും പെട്ടെന്ന് മറക്കാനാകില്ല ആ പാട്ട്. ഇന്നിപ്പോൾ എന്തിന് ഇതിവിടെ പറയുന്നു എന്ന സംശയം ഉണ്ടാകാം. അതിന് കാരണക്കാരൻ റാന്നിയിലെ UDF സ്ഥാനാർത്ഥി പഴകുളം മധുവാണ്. ശബരിമല വിഷയം CPM-നെതിരെ ആയുധമാക്കാൻ പാട്ട് വീണ്ടും പൊടിതട്ടി എടുത്തിരിക്കുകയാണ്. വോട്ട് പിടിക്കാൻ സ്ഥാനാർത്ഥി തന്നെ പാരടി പാടുകയാണ്. അത് കേൾക്കാം. സ്വർണം ചെമ്പായി മാറ്റിയേ, പോറ്റിയെ കേട്ടിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂറ്റിയേ, പോറ്റിയെ കേട്ടിയെ സ്വർണപ്പാളികൾ മാറ്റിയേ. ആ പാട്ടിന് പിന്നാലെ കമ്മീഷനിലേക്ക് പരാതിയും പോയി. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. എന്നാൽ പഴകുളം കുലുങ്ങുന്നേയില്ല. കാരണം പഴകുളത്തിന് അറിയാം ശബരിമല ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് പത്തനംതിട്ടക്കാരുടെയൊക്കെ തന്നെ വികാരമാണെന്ന്. അതിലൂടെ വോട്ടിനുള്ള സാധ്യത ഏറെയെന്നും സ്ഥാനാർത്ഥി മനസ്സിലാക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേരിടുന്ന തിരിച്ചടി, ജനങ്ങളുടെ പ്രതികരണം കൊണ്ട് അവർ നിരാശരായിരിക്കുന്നു. അപ്പൊ എന്നെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ കുടുക്കി എന്നെ തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് നിന്നും മാറ്റി നിർത്താനുള്ള ഗൂഢശ്രമമാണ് ഇടതുമുന്നണിയും അവരുടെ സ്ഥാനാർത്ഥിയും CPM പാർട്ടിയും ഒക്കെ കൂടി നടത്തുന്ന ഒരു ഗൂഢതന്ത്രമാണ്. ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവും നടത്തിയിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള മതചിഹ്നങ്ങളല്ല. അയ്യപ്പനെയോ ദൈവങ്ങളെയോ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതാണ് മതചിഹ്നങ്ങൾ. ഇത് എവിടെങ്കിലും ഒരു ക്രൈം നടന്നാൽ ആ ക്രൈമിനെതിരെ പ്രതികരിക്കുക, സമരം ചെയ്യുക, അത് പ്രസംഗിക്കുക, അതൊക്കെ പറഞ്ഞാൽ അതിലെന്ത് അപരാധമാണുള്ളത്? CPM പാർട്ടിക്ക് കാലിടറിയിരിക്കുന്നു. എന്തായാലും പാട്ടിലെ ആ വോട്ട് നോട്ടം ഫലിക്കുമോ എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കി നിർത്താനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഡീൽ ആരോപണത്തിന് പിന്നാലെ മല കയറുകയാണ് VD സതീശൻ. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ CPM സംരക്ഷിക്കുന്നുവെന്ന് ആവർത്തിക്കുകയാണ് VD. കേസിൽ അകപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നും നടപടിയെടുക്കാൻ CPM-ന് ഭയമാണെന്നും VD സതീശൻ ആരോപിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായ CPM നേതാക്കന്മാർക്കെതിരായി എന്തുകൊണ്ടാണ് അച്ചടക്ക നടപടി പാർട്ടി സ്വീകരിക്കാത്തതെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കണം. കാരണം ഗുരുതരമായ ആരോപണമാണ്. ഹൈക്കോടതി നിയോഗിച്ച SIT ഹൈക്കോടതിയും അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് മാത്രം ജാമ്യം കിട്ടി പുറത്തു വരികയും ചെയ്ത ആളാണ്. അവരെ എന്തുകൊണ്ടാണ് CPM സംരക്ഷിക്കുന്നത്? അവർക്കെതിരായി എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത്? യഥാർത്ഥത്തിൽ ഈ കവർച്ച ചെയ്ത ആളുകൾക്ക് പൂർണ്ണമായ സംരക്ഷണമാണ് സർക്കാരും പാർട്ടിയും കൊടുക്കുന്നത്. മുഖ്യമന്ത്രി മറുപടി പറയണം, പാർട്ടി സെക്രട്ടറിയും മറുപടി പറയണം.